മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. താരങ്ങളണയും കാതോരമൊഴുകും രാഗങ്ങൾ വർണ്ണങ്ങളിവിടെ ഉള്ളാകെ നിറയും താളങ്ങൾ ഉണരും തീരങ്ങൾ നിറയും കുഞ്ഞു സ്വരമായി ചരിതമെഴുതും ഗായക അരികിൽ പാട്ടിനമൃതായി വന്നു നിറയും നേരമായി Welcome to Confident Group presents E-Master Flowers Top Singers. കുറുമ്പും ചിരിയും പകർന്ന സ്വരക്കൂട്ടിലെ കുഞ്ഞിക്കിളി വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അമൃത വർഷിണി അമൃതക്കുട്ടിയാണ്. ഇപ്പൊ കിളിയെ പോലെ പറന്നിവിടെ വരും. വെൽക്കം. ഹായ്, ഞാൻ ഇന്ന് എൻ്റെ ഫേവറേറ്റ് റൗണ്ടിലാണ് പാട്ട് പാടുന്നത്. നന്ദകിശോരഹര എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ പാടുന്നത്. രാജാമണി സാർ വളരെ മനോഹരമായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് പാട്ട്. എന്തായാലും കുറേ നാൾ കിട്ടിയിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. നന്നായി പാടാൻ പറ്റും, ജഡ്ജസിനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പാടിയിട്ട് തരാം. ബൈ. എത്ര നാളായി ഇത് കണ്ടിട്ട്. മീനൂട്ടി വൃത്തിയോട് പറയല്ലേ. ഓ, പാവാടയൊക്കെ പൊന്നിച്ച് എത്ര നാളായി ഇതൊക്കെ കണ്ടിട്ട് ഒരാള് സ്റ്റേജിലേക്ക് വരും. പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ വന്നപ്പം കോൺഫിഡൻസ് ഞാൻ ഇങ്ങനെ പഠിച്ചതാ ഉദ്ദേശിച്ചത്. ഞാൻ ആ സബ്ജക്റ്റിൽ തൊട്ട് കഴിഞ്ഞാല് കൈവിട്ട് ഒരുപാട് വേണ്ട. എന്തോ സാർ ശബ്ദത്തിനൊക്കെ ഒരു ഗാംഭീര്യം വന്നോ? പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി. അതെ, എന്താണ് അമരോട്സ് ചോദിച്ചപ്പോ എന്താ സാർ? അതെ, ശബ്ദം മാറിയോ? ഇല്ല. ആ, ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ചെയ്ത് ഓപ്പൺ ആക്കിയെന്ന് തോന്നുന്നല്ലേ? ശരിയാണോ? ശരിയാ. ആ ശരി, അതാ ശരിയെ തന്നെ. എന്തൊരു ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. സംസാരിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം അത് നന്നായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തു, അത് കിട്ടുകയും ചെയ്തു അല്ലേ? അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ഞാൻ നന്ദകിശോരഹര. വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ. പിന്നെ വെക്കേഷൻ അല്ല, ഇവിടെ ഈ 2 മാസം, അതെ വെക്കേഷൻ തന്നെ ഇരിക്കും. നമ്മൾ എന്തിനാ ഈ അടച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്? ഒരു വെക്കേഷൻ 2 മാസം ഹോളിഡേ. ആ, അപ്പൊ വീട്ടിലെ കസിൻസ് ഒക്കെ വന്നു, കൊറേ കളിച്ചു. എന്ത് പാട്ട് അവര് ഓരോ കാർട്ടൂണുമായി ബന്ധപ്പെട്ടുള്ള കളികളാണ് കളിക്കാറ്. കമ്പ്യൂട്ടർ. കൊറേ കാർട്ടൂണൊക്കെ കണ്ടിട്ട് അതിലെ കളികളാണ് അവര് കളിക്കുക. അപ്പം മോളെന്ത് ചെയ്യും? ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ ഡ്രൈവറായി നിൽക്കുന്നു. പാട്ടൊക്കെ നോക്കിയോ ആ സമയം? ഒരുപാട്. വളയിലെന്താ ജിമിക്കിയോ? വളയില് ജിമിക്കി ഇട്ടോട്ട് വന്നോ? അത് കാതിലിട്ടൂടായിരുന്നോ? വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തിരുമേയണിയും ശ്രീതിലകങ്ങൾ
ഗംഭീരം, നല്ല സെലക്ഷൻ. ഒരുപാട് ഓർമ്മകൾ അങ്കിളിന് വന്നു. ഒത്തിരി ഓർമ്മകൾ ബാക്കിലോട്ട്. 93, 94, 95, 96 4 വർഷം ഏകദേശം കുറേ ഗാനമേളകൾക്ക്. എത്രന്നൊന്നും അറിഞ്ഞൂടാ. പോയി കേൾക്കുന്ന ഗാനമേളയും ഞാൻ പാടുന്ന ഗാനമേളയിലും ഈ പാട്ട് മസ്റ്റായി. കാരണം നന്ദകിഷോരാഹരെ ഒരു ഗാനമേള സോങ് ആയിട്ട് ചില പാട്ടുകൾ അങ്ങനെയാണ്. ഗാനമേളയ്ക്ക് ആ പാട്ട് വേണം. അതിന് രാജാമണിയേട്ടൻ, മണിച്ചേട്ടന് എൻ്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് ഗിരീഷ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർ രണ്ടുപേരുടെയും സൃഷ്ടിയാണ് ഈ ചിത്രപാടി. ശുഭപന്തോരാളി ബേസാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ആ രാഗമല്ല. എന്നാലും മോൾ ഇന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി. മോളുടെ ഒരു ചെറിയൊരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാത്തിൻ്റെ എൻഡിൽ മാത്രം കുറച്ച് എന്താണ് പറയുന്നത്, ഒരു സസ്റ്റെയിൻ വരുമ്പോഴത്തേക്ക് മാത്രം ശ്വാസം അങ്ങോട്ട് നിൽക്കുന്നില്ല. അതർവൈസ് അത് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചില്ല, എങ്കിലും പറയാതെ വയ്യ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ബോൾഡായിട്ട് പാടുന്നുണ്ട്. സംഗതികളൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. കുറച്ച് എന്താ എല്ലാം കൊണ്ടും ആള് മാറി. ഇനി ഞാൻ അമൃത വർഷിണി എന്ന് വിളിക്കും. മറ്റേത് അമ്രൂട്ട്സ് എന്ന് വിളിച്ചോണ്ടിരുന്നു. ഇനി നോ റൂട്ട്സ്. ആ റൂട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയ മരമാകാനുള്ള ലക്ഷണമായിട്ട് ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ച് നിൽക്കുകയാണ്. ഇനി ആ മരമാകണം, ഒരു ആൽമരം പോലെ ആകണം. എന്തായാലും ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർക്കുന്നു. ഒപ്പം ആ സിനിമയിലെ ഒരുപാട് സീൻസ് ഉണ്ട്. ഈ പാട്ട് വരുമ്പം ഉള്ള സീൻസ്, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഒരുപാട് ചേഷ്ടകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കൈകൊണ്ടൊക്കെ. അത് മധു കാണിച്ചു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ഷാജി കൈലാസ് എനിക്ക് ഒരുപാട് പാട്ടുകൾ തന്ന ഒരു ഡയറക്ടറാണ്, ഒരു വലിയ ഡയറക്ടറാണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു പാട്ടും സെലക്ഷനും ഇതെല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. കണ്ടില്ല, പൂ പോലും ഇല്ല. ഇപ്പൊ വെറും പിച്ച് ചീന്തി വെച്ചിരിക്കുക. അപ്പൊ പൂ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാം. അല്ല, വർഷിക്കാം. അമൃത വർഷിണി. അതെ, അമൃത വർഷിണി. വർഷിക്കും ഭക്ഷിക്കും ഒന്നും വേണ്ട. ഞാനിപ്പം എന്തായാലും അതങ്ങ് തന്നു എന്നങ്ങ് വിചാരിക്കാം. കുറച്ച് നാള് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ. ലെറ്റ്സ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അങ്ങോട്ടില്ലെങ്കിൽ കൂടെ ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോൾ അടിപൊളിയായി പാടി. എനിക്ക് ഇതിൽ ഉണ്ടായ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത്, വെറും കുറച്ച് സമയമായിട്ടേ ഉള്ളെങ്കിൽ കൂടെ ഓൾറെഡി മോളുടെ ശബ്ദം ഒരു ബേസ് പോലത്തെ ശബ്ദമാണ്. അധികം ഹൈപ്പിച്ച് പോകുന്ന ടൈപ്പ് അല്ല. പക്ഷെ ആ ബേസ് ശബ്ദത്തിന് ഡെഫിനിഷൻ കിട്ടി തുടങ്ങിയപ്പോൾ, ചെറിയ കുട്ടിയുടെ ശബ്ദത്തിൽ നിന്നും മെച്യൂർ ചെയ്ത് വരുന്ന ആ ചേഞ്ചിൽ തന്നെ മോള് ശരിക്കും ഒരു മെച്യൂർഡായിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്തു. അല്ലെങ്കിൽ മോള് ബേസിലാണ് സംസാരിക്കാറ്. പക്ഷെ ഇന്ന് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ആദ്യം സംസാരിച്ചപ്പോൾ നമ്മളെല്ലാരും ഇങ്ങനെ നോക്കി, ശബ്ദം മാറിയോ എന്ന്. അപ്പൊ എന്തായാലും ആ ഒരു മെച്യൂരിറ്റി ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമല്ല പാട്ടിലും കൊണ്ടുവന്നു. പിന്നെ മോള് തുറന്നു പാടേണ്ട സ്ഥലങ്ങൾ കുറെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ബോൾഡ് ആവാം. കാരണം ഇപ്പൊ നല്ല ഷേപ്പായി വരുന്നൊരു സൗണ്ട് ആയതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ മോള് ബോൾഡായിട്ട് പാടിക്കും. പിന്നെ എനിക്ക് ഈ മോള് പാടിയ പാട്ടിൽ എനിക്ക് മോളുടെ അത്രയും തന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ടോപ്പ് ബാൻഡിന്റെ പെർഫോമൻസ്. ശരിക്കും നമ്മൾ ആ കാലത്ത് ആ കാസറ്റിലും സി ഡിയിലൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടായ അതേ ഒരു പെർഫെക്ഷനാണ് ഇന്ന് നിങ്ങളൊക്കെ വായിച്ചത്. സ്ട്രിങ്സ് അതിൽ കുറേ വയലൻസ് ഉണ്ടെങ്കിലും വെറും 4 പേര് ഇരുന്നിട്ട് കൂടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പല പാട്ടുകളും രാജാമണി സാർ ചെയ്ത ഹിറ്റ് പാട്ടുകൾ നമ്മൾ രാജാമണി സാറാന്ന് തിരിച്ചറിയാതെ വന്നിട്ടുണ്ട് ആ സമയത്ത്. അതെ, രാജാമണി സാറാണ് മഞ്ഞിൻ അതെ. അപ്പൊ അത്രയും രാജാമണി സാർ എന്ന് പറയുമ്പം പൊതുവെ ആൾക്കാരുടെ ഇടയിൽ, കോമൺ മലയാളികളുടെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു കില്ലാടി എന്നാണ് അറിയപ്പെടുന്നത്. ഷാജി കൈലാസ് സാറിന്റെ പടങ്ങളിലും ആ സമയത്ത് ജോൺസൺ മാസ്റ്ററിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് രാജമണി സാറിന്റെ ഒരു സ്റ്റൈല് മലയാളം സിനിമകൾക്കൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശിഷ്യനുണ്ട്, കീരവാണി സാർ. രാജമണി സാറിന്റെ ശിഷ്യനാണ്. ഞാൻ കീരവാണി സാർക്ക് വായിച്ചിട്ടുണ്ട്. ക്രീം, മരകതമണി, കീരവാണി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരുകളാണ്. അപ്പം അത്തരം പാട്ടുകൾ രാജമണി സാറ് ഉണ്ടാക്കിയ ആ പാട്ടുകൾ ഇന്നിവിടെ കൊണ്ടുവന്നതിൽ മോൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ മോളോട് താങ്ക്സ് പറയുന്നു. ഇത്രയും നല്ലൊരു പാട്ട്, അതും
ഈ ഇപ്പം ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ പാട്ടൊക്കെ ഗാനമേളൊക്കെ എടുക്കുന്ന എന്തിനാണെന്നറിയോ? ഗാനമേളക്ക് ഇങ്ങനത്തെ പാട്ട് എടുക്കുമ്പോഴാണ് അന്ന് അവിടെ പെർഫോം ചെയ്യാൻ വരുന്ന ഗാനമേളയിലെ സിംഗറിന്റെയും ഓർക്കസ്ട്രയുടെയും ഒക്കെ ഒരു പവർ തിരിച്ചറിയുന്നത് ഇതുപോലത്തെ പാട്ട് പാടുമ്പോൾ. അപ്പൊ അത് മോളി ചെറിയ പ്രായത്തിൽ വന്ന് ഇതിവിടെ പെർഫോം ചെയ്തില്ലേ, അതിനും സൂപ്പർ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അമൃതക്കുട്ടി എന്താ മോം കാണണേ? നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. വോയിസ് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, എന്തായാലും തെളിഞ്ഞു. എന്നാൽ കുറച്ചും കൂടി തെളിയാനുണ്ട്, കുറച്ചും കൂടി. ഇപ്പൊ ദീപു പറഞ്ഞു ബോൾഡ് ആവാനുണ്ടെന്ന്. ഒന്നുകൂടി ഈ പാട്ടിൽ ചില സ്ഥലത്തൊക്കെ അങ്ങനെ തോന്നി, കുറച്ചും കൂടി ഇന്ന് തെളിച്ചം വേണം തോന്നി കേട്ടോ. പിന്നെ ആ സംഭവം വരുന്നില്ലേ പല സ്ഥലത്തും, എവിടേക്കാണ് അനുബലുവിലും ചരണത്തിലൊക്കെ വരുന്നുണ്ട്. അത് പാടുമ്പോൾ കുറച്ചും കൂടി ഒരു വോളിയം കുറച്ച് കൂട്ടണം. അവിടെ ഒരു ഡൈനാമിക്സ് കൊടുത്താൽ നല്ലതായിരിക്കും തോന്നി. അങ്ങനെയുള്ള ഭാഗങ്ങളില്ല, അത് കുറച്ച് അതാണ് ഇപ്പോൾ കുറച്ച് തെളിച്ചം വേണമെന്ന് പറയാൻ കാരണം. വളരെ നന്നായിരുന്നു. ഇനിയും ഇതുപോലെ നന്നായിട്ട് പാടണം. ഓൾ ദ ബെസ്റ്റ്. ഹായ് അമൃതവർഷിണി. ഹായ്. എനിക്ക് കണ്ണടച്ച് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര മെച്ചോർഡ് സിംഗിങ് ആണ്. ഞാൻ അമൃതയുടെ 2-3 പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ കണ്ണടച്ച് കേൾക്കുമ്പോൾ ഭയങ്കര മെച്ചോർഡായിട്ടും ഭയങ്കര ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറാവുന്ന രീതിയിലുള്ള ഒരു വോയിസും സിംഗിങ് ഒക്കെയാണ് അമൃതയുടെ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പിന്നെ ഈ രാഗം നമ്മളിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ, ഒരു വിഷമം എന്ന് പറയുന്ന ഇമോഷനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ നല്ലൊരു പെർഫോമൻസ് കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ വെരി വെരി നൈസ് പെർഫോമൻസ്. ഞാനും ഈ പുഷ്പം അങ്ങോട്ട് തന്നു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. അമൃത്സ് അല്ല, അമൃതവർഷിണി. ഇന്ന് അങ്കിള് തരുന്നത് 8.75 out of 10. അമൃതവർഷിണി 9 out of 10. അമൃതക്കുട്ടി 8.75. എത്ര മിനിറ്റ് അതൊക്കെ ഇരിക്കും. എനിക്ക് നോക്കിയെങ്കിലും പറ. 8 8 16 16 9 25 16 9 25 പിന്നെ 75 അപ്പൊ 26.5. ഞാൻ നിന്നെ കണക്ക് പഠിക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുക. കണ്ടോ, ഞാൻ ഇച്ചിരി പഠിച്ചോണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, അവിടെ പേരയുണ്ടോ വീട്ടില്? പേരയുടെ വടി വേണ്ട, ആ ഒരു ചെറിയ വടിയും കൂടി കൊണ്ടുവരും, എങ്കിലേ കൃത്യമായിട്ട് പഠിക്കത്തുള്ളൂ. അപ്പൊ 26.5. നമുക്ക് ധൈര്യമായിട്ട് എക്സാം വെക്കാം ഈ വർഷം. പിന്നല്ല അമൃതക്കുട്ടി, അപ്പൊ 26.5 കിട്ടി അമൃതക്കുട്ടിക്ക്. ജഡ്ജസ് പാനൽ തരുന്നു 8.1. Congratulations, you are awarded a triple wow. Thank you, sir. Wow. 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. ശബ്ദമൊക്കെ അങ്ങനെ ബലമായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ചേട്ടൻ്റെ നരേന്ദ്രപ്രസാദ് വന്നില്ല. അയ്യോ, അത് കാണിച്ചില്ല. ഒന്ന് കാണിക്കാമോ? ഡയലോഗ്സ് ഒന്നും ഓർമ്മയില്ല. അതൊന്നും വേണ്ട, ചുമ്മാ കാണിക്കാം. ചുമ്മാ കാണിക്കാം. ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ശ്രീകുട്ടൻ ചേട്ടൻ വെറുതെ കാണിച്ചു കൊടുത്താ നേരം. Ready, 1 2 3 start. എന്നെ മനസ്സിലായി കാണുമല്ലേ? കൈകൊണ്ടിരിക്കുക, അത് ആക്ഷൻ, അതാ ഞാൻ കാണിച്ചത്. കാണിച്ചില്ലല്ലോ. ഇത്രേ ഉള്ളൂ. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. അത്രേ ഉള്ളൂ. അതാ ഞാൻ നേരത്തെ കാണിച്ചത്. ശ്രീകുട്ടൻ ചേട്ടൻ എനിക്കൊന്ന് പാരമണിതാ. അത് നല്ല ഉഗ്രായിട്ടുണ്ട്. എവിടെ നിർത്തണം.
അടുത്ത ആള് വിളിക്കും. അതെ, ഇത് റെക്കോർഡ് ചെയ്തല്ലേ, ഷൂട്ട് ചെയ്തല്ലേ? ഞാൻ 80s റൗണ്ടിലെ തൊഴുതുമടങ്ങും സന്ധ്യയും ഏതോ എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. ഈ പാട്ട് മ്യൂസിക് ചെയ്തത് ശ്യാം സാറാണ്. ഈ പാട്ട് പാടിയത് ഉണ്ണിമേനോൻ സാറാണ്. ഈ പാട്ട് എഴുതിയത് OMV കുറുപ്പ് സാറാണ്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയുണ്ട്, സ്റ്റൈലല്ലേ? അപ്പം ഞാൻ പോയി പാടിയിട്ട് വരാം. ബൈ. പതുങ്ങി പതുങ്ങി വന്ന് കിണുങ്ങി കറങ്ങിടുന്ന കാറ്റേ മൊഴിഞ്ഞാട്ടേ, മനസ്സ് മനസ്സ് തൊന്നും കൊലുസിൻ കിലുക്കമുള്ള കാറ്റേ. ഹലോ, നമസ്കാരം. അല്ല, ഇനി കേറി വന്നു. ഞാൻ കുറെ നേരമായി അവിടെ എൻട്രിയിൽ ഇങ്ങനെ ഇരിക്കുക, എന്നെ ആരും വിളിക്കുന്നില്ല. അല്ല, വിളിച്ചില്ല എന്ന് പറഞ്ഞ് കേറി വരാൻ ആർക്കും കേറി വരാനുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോ? അല്ല, എനിക്ക് കയറി വരാനല്ലോ, ഞാൻ ഇവിടുത്തെ കണ്ടസ്റ്റന്റ് അല്ലേ. കണ്ടസ്റ്റന്റ് ആണ്, അതൊക്കെ ശരി തന്നെ. എന്നാലും വിളിക്കാതെ എങ്ങനെയാണ് അകത്തോട്ട് കയറുന്നത്? ഞാൻ അവിടെ അരമണിക്കൂറായി ഇരിക്കുക. അരമണിക്കൂറല്ല, ഒരു ദിവസം വേണ്ടിയിരുന്നാലും തലേ കെട്ടിയിരിക്കുന്നത്. ഇത് ബാൻഡ്, മ്യൂസിക് ബാൻഡോ? അല്ല, ഹെയർ ബാൻഡ്. എന്തിന്? മുടി വളർന്ന് കണ്ണിലെത്തി, മുടി ഏകിയ നിക്കത്തില്ല. അപ്പൊ വെട്ടണം. വെട്ടില്ല, അമ്മ പറഞ്ഞു ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അമ്മയുടെ പേരെന്തര്? ശൈലജ. ശൈലജ അമ്മയ്ക്ക് ഇത് തന്നെ ജോലി, മുടി വളർത്തല്? അമ്മയ്ക്ക് ഇത്ര മുടിയുണ്ട്. ഇത്രയുള്ള? ചേച്ചിക്ക് ഇത്ര വരെ മുടിയുണ്ട്. ആഹാ, അപ്പൊ മോൻ എന്തായാലും ഇവിടം വരെ വരും അല്ലേ? വയറുവരെങ്കിലും വരും. അപ്പൊ ഇടയ്ക്ക് ആരെങ്കിലും വിളിച്ചാലോ, എന്താ പെണ്ണു പോണെന്ന് പറഞ്ഞിട്ട്? ഇതൊക്കെയാണ് ഇപ്പത്തെ ഫാഷൻ. അതിരിക്കട്ടെ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. താങ്ക് യു. ഒരു നല്ലൊരു ഐശ്വര്യം, ഒരു അല്ലേ, ഒരു ഗൺ ലുക്ക്. അതെ, താങ്ക് യു. മീനൂട്ടി എവിടെ? ദാ വരുന്നു. ഇതെന്താ ഇവൻ പറയാണ്ടൊക്കെ കയറി പോരുന്നേ? നീ എന്തിനാടാ വിളിക്കാണ്ട് കയറി പോന്നേ? ഞാൻ ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്നതാ. അതുകൊണ്ട് കുറെ മണിക്കൂറായിട്ട് വരുന്നില്ല. മീനൂട്ടി ഫുഡ് കഴിച്ച് ഇരുന്ന് പോയിന്നാണ് പറയണത്. ഞാൻ ഇരിക്കും തിരക്കൊക്കെ ചെയ്യും, പക്ഷെ നീ എന്തിനാ ചോദിക്കാണ്ട് വന്നേ? അത് പിന്നെ കൊറേ നേരം ഇരുന്നപ്പോ ബോറടിച്ച കേറി വരാനുള്ള സ്ഥലമാണത്. ഒരു കുട്ടിയല്ലേ അവൻ? അതുകൊണ്ട് അവനൊരു പാട്ട് പാടാൻ വന്നതല്ലേ? അതുകൊണ്ട് ആ പാട്ട് മനസ്സിലിരിക്കല്ലേ? അതുകൊണ്ട് ആ മനസ്സിലുള്ളത് ഇങ്ങനെ വെളിയിലോട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ നിൽക്കുമ്പം എത്രന്ന് വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് അവൻ കേറി ആ മീനൂട്ടി അവിടെ കിടന്ന് ആഹാരം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുക, കിടന്ന് ചാരി ഇരിക്കുക, എന്നിട്ട് മറ്റേ ബാത്റൂമിന്റെ അവിടെ നിന്ന് സെൽഫി എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, കക്ക് കളിക്കുക. ഇല്ല, ഞാൻ അതൊന്നും ചെയ്തോണ്ടിരിക്കലായിരുന്നു. ഞാൻ എന്നിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പല്ലേ ഇവനെ വിളിക്കാൻ ഞാൻ ഇനി ഇങ്ങനെ ഇരിക്കും കേട്ടോ. കറക്റ്റ് ആയിട്ട് സമയത്ത് വന്നില്ലേ വേറെ ആളിവിടെ നിൽക്കും, പറഞ്ഞേക്കാം. ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം പറഞ്ഞാന്ന്. അതെ, നീ വേറെ ആളെ കൊണ്ട് നിർത്തുവോ? ഞാനല്ലല്ലോ, സിന്ധുമാൻ കൊണ്ടേ നിർത്തും. അതേന്നുള്ള രീതിയിൽ പറഞ്ഞേ നീ. എന്റെ കാര്യമല്ലേ, എനിക്ക് ആന്ന് പറഞ്ഞോളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഏത് ദൈവത്തെ വിശ്വസിക്കുന്നേ? ഞാനോ? എനിക്ക് എല്ലാ ദൈവത്തെയും ഒന്ന് ആഞ്ഞു പിടിച്ചോ, കാരണം ചിലപ്പോ ഈ ഗുളികൻ നാക്കി നിൽക്കും. കൊച്ചു പിള്ളേരുടെ നാക്കിൽ എപ്പോഴും ഗുളികനുണ്ട്. ഗുളികയോ? അത് പറഞ്ഞാ എന്താവും? അച്ചട്ടായിട്ട് നടക്കും. ഇത് എല്ലായിടത്തും കിട്ടും. ഏത് മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഗുളികൻ ഉണ്ടോന്ന് ചോദിച്ചാൽ വേണ്ട. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തിനാണ് അല്ലേ വേറെ റാങ്കർ? നമ്മുടെ മീനൂട്ടി നമുക്കില്ലേ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള ഏത് പാട്ട് മോനെ? തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ. ഓ, എനിക്ക് വയ്യ കേട്ടോ. എനിക്ക് ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണന്റെ പ്രാണനാണ്. അവൻ ഇരുന്ന് പോയി. അപ്പൊ അങ്ങ് തൊഴുത് മടങ്ങിയാലോ? അപ്പൊ ആദ്യം തൊഴുക, എന്നിട്ട് മാർക്ക് വാങ്ങിക്കുക, ഗ്രേഡ് വാങ്ങിക്കുക, എന്നിട്ട് അങ്ങോട്ട് മടങ്ങും. ഓക്കെ, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. മുടി
ആഹാ വെരി നൈസ്. ശ്രീഹരി, പെരുമാറി ശ്രീദേവ് നീ ഇന്നലെ ആരുടെ കൂടെ ആയിരുന്നു പാടി? ശ്രീഹരി അതാണ് ഞാൻ അതാ പറ്റിയേ. നമ്മൾ ആരുടെ ഫോട്ടോ എടുത്തേ? ശ്രീഹരി ആ, അപ്പൊ ആ പേര് പെട്ടെന്ന് എനിക്ക് വന്നു. അപ്പൊ വേറൊന്നുമില്ല, ഹരിയും ദേവും ഇത്രയല്ലേ ഉള്ളൂ. സാരമല്ല മോനെ ശ്രീ. ഓക്കെ അല്ലേ? നീ അസലായിട്ട്. താങ്ക് യു സർ. അതായത് തിരിച്ചു വരുന്നത് വളരെ ശക്തിയോടുകൂടി പല സ്ഥലവും അപാരമായിട്ട് പാടി. താങ്ക് യു ചെറിയ സർ. ചെറിയ സ്ലിപ്പുകളെ വന്നിട്ടുണ്ട്. അത് ആദ്യം പാടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരികയും പിന്നെ പാടുമ്പോൾ അതിനകത്തൊരു ചെറിയ തെറ്റ് വരികയും ചെയ്യും. അതുകൊണ്ട് അതിനെ എനിക്കൊരു സ്ലിപ്പായിട്ട് കാണാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ പറ്റുന്നില്ല. പക്ഷേ സ്ലിപ്പ് തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണത്. അവിടെ ആണല്ലോ ഒരു കുഴപ്പം. അതായത് ഇവിടെ ദേവകൾ, അത് പാടിക്കും. ഇവിടെ ദേവകൾ ഭൂമി അങ്ങനെ തെറിപ്പിക്കണ്ട. അത്രേ ഉള്ളൂ. വാഴ്ത്തി കവിതകൾ മൂളി പോകുന്നു. ഇപ്പൊ ശരി, അതാ ഞാൻ പറഞ്ഞേ. അതെ അതെ, ഞങ്ങള് പറയാം സ്വന്തമായിട്ട് ഞാൻ കളിക്കേണ്ട പ്രായം ഞാൻ പറയാണ്. ഓ, എനിക്ക് കളിക്കേണ്ട പ്രായമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കള എണ്ണിച്ച് പോടേന്ന് പറയും. എന്ത് കളി? തൊട്ടുകളി. ആ, തൊട്ടുകളിയോ? ഞാനും അച്ഛനാണ് കളിക്കാറ്. അയ്യോ, നല്ല അച്ഛനും മോനും കൂടെ അല്ലേ തൊട്ടുകളി? എന്നിട്ട് പറ. ഞാനായിരിക്കും ആദ്യം ക്യാച്ചർ. അച്ഛനോടും ഞാൻ തൊടും. അച്ഛൻ ഓടുവോ ശരിക്ക്? പിന്നെ നന്നായിട്ട് ഓടും. ഓടും. എന്നിട്ട് അച്ഛൻ നല്ല പരിചയമുണ്ട് അച്ഛനോടാൻ? അല്ലെ ഇല്ല, പറഞ്ഞോ. എന്നിട്ട് തൊടും. അപ്പൊ അച്ഛൻ ക്യാച്ചർ ആവും. അപ്പൊ എന്നെ തൊടും. കുറച്ച് കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. അപ്പൊ നേരെ പോയി അപ്പൊ അമ്മ എപ്പോ തൊടും? അപ്പൊ അമ്മ വടിയെടുത്ത് തൊടും. ചെറുതായിട്ട്. ഈ കൈ അല്ലെങ്കിൽ വടി ആണല്ലേ? നെക്സ്റ്റ് കളി അങ്ങനെയൊന്നുമില്ല. മാവ് കേറും. മാവേ കേറൂ. ആ, മാവ് കേറും. പേരയ്ക്കമരത്തിൽ കേറും. എല്ലാം ലോക്കായപ്പോ പിന്നെ ചുമരുമ കേറി. മാവിന് എത്ര ഹൈറ്റ് ഉണ്ട്? മാവിനൊരു 2 മിനിറ്റ് ചേച്ചി പൊന്തി നിന്നാ എങ്ങനെ ഉണ്ടാവുക? അത്രേ ഉള്ളല്ലേ? ഒരു കാല് വെച്ചാ കേറാം. ഞാൻ ഒരു കാര്യം കാണിച്ചേ. ഇങ്ങോട്ട് വാ. എന്തോ ഒരു കൊറേ നാളായി എന്നോട് അടി ഉണ്ടാക്കിട്ട്. അരേ അയ്യോ ഈശ്വര, ചാത്തന്മാരെ കഥാരണ. പിന്നെ രണ്ടെന്നെ പോലത്തെ നല്ല പൊക്കമുള്ള മാവാ. ശ്രീദേവ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശ്രീദേവ് നല്ല ഉഗ്രനായിട്ട് തന്നെ പാടി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. എനിക്ക് മോന്റെ പാട്ടില് എക്സ്പ്രഷനൊക്കെ മോൻ ഇപ്പൊ നന്നായിട്ട് ഇടുന്നുണ്ട്. ആദ്യം പാടുമ്പം ഉള്ളതിനേക്കാളും ശ്രുതി ഇപ്പൊ മോൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ശ്രുതി കേൾക്കാറുണ്ട് വെറുതെ ശ്രുതി കേൾക്കരുത്, അതിന്റെ കൂടെ പാടണം. കുറച്ചു നേരം കേൾക്കും, എന്നിട്ട് പാടും. അപ്പൊ പിന്നെ ശരിയാവും. ആ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇപ്പം MG ഒരു ലൈൻ പാടിച്ചപ്പം എല്ലാം ഒരു ലൈൻ തന്നെ അല്ലെങ്കിൽ ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോഴല്ലേ ശരിയാവുന്നത്. അങ്ങനെ റിപ്പീറ്റിന് വെയിറ്റ് ചെയ്യരുത്. അത് മുമ്പ് പഴയ സ്കൂട്ടറൊക്കെ ഇല്ലേ, ആദ്യത്തെ ചവിട്ടിന് സ്റ്റാർട്ട് ആവില്ല, പിന്നെയും ചവിട്ടണം, അപ്പൊ പെട്ടെന്ന് സ്റ്റാർട്ട് ആവും. ഇതിപ്പോ ആദ്യത്തെ ചവിട്ടന് സ്റ്റാർട്ടായി, രണ്ടാമത്തെ സ്റ്റാർട്ടായില്ല. അല്ല, ആദ്യത്തെ സ്റ്റാർട്ടായ പിന്നെ എന്തിനാ രണ്ടാമത് അങ്ങനെ. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ശ്രീദേവി പാടുന്ന സമയത്ത് ആദ്യം പാടുമ്പോ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തെറ്റിപ്പോവാത്ത രീതിയിൽ. ഇപ്പൊ മോൻ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മള് എന്താണ് പെർഫെക്റ്റ് ഓക്കെ ആവണം അല്ലേ? അത് മറ്റേ 4 എന്താണ് 2 and the tan and the coon and the അത് തന്നെ. ഇത്രയും സമയത്ത് ഇത്രയും പാട്ട് പാടിയില്ലേ? ഓ മച്ചാനെ, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശ്രീദേവ് കൂട്ടാ,
എന്തോ? എന്തായാലും കലക്കിയിട്ടുണ്ട് താങ്ക് യു സർ. ഈ വേഷം. വേഷം? ആ ഇത് വേഷം. ഷർട്ട്, ഇത് മുണ്ട്. അതെ, നന്നായിട്ട് നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. ആ ചന്ദനക്കുറിയും. ഇത് ചന്ദനക്കുറിയല്ല. പിന്നെന്താ? പുറത്ത് പറയല്ലോ. അയ്യ, അതൊക്കെ പുറത്ത് പറയാൻ പാടില്ല. ഇത് ശരിക്കും ചന്ദനക്കുറി. ആ, അങ്ങനെ പറയാ. അങ്ങനെ എടുത്തു പറയുമോ വേണ്ട, അതും പ്രശ്നമാണ്. ഈ വീട്ടിൽ കള്ളനില്ല. എന്തായാലും കൊള്ളാം കേട്ടാ. താങ്ക് യു സർ. പാടിയത് വളരെ നന്നായിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പാട്ട് പല ഭാഗത്തും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. നല്ല രസമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സിംഗർ പാടുന്ന പാട്ടാണ് മോൻ ഈ പ്രായത്തിൽ ഇപ്പോൾ പാടിയത് ഇങ്ങനെ നന്നായിട്ട്. അത് നല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സർ. പിന്നെ കറുകപ്പൂവിന് എന്താ ലൈൻ? കറുകപ്പൂവിനു തീർത്ഥമായി. ഈ പൂവായിട്ട് കേൾക്കണം, പോവായിട്ട് വേണം. കറുകപ്പൂവിനു തീർത്ഥമായി. യെസ്. പിന്നെ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ്. പഴയ കോവിലിൽ സോപാനത്തിൽ പതിഞ്ഞോരീണം അത് കറക്റ്റ്. ആ നോട്ട്സ് ഏതൊക്കെയാന്ന് മോൻ അറിയോ? എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു വിടുക. അപ്പൊ സംഭവം കിട്ടുന്നുണ്ട്. അതിന്റെ ഓരോ നോട്ടും അത് മക്കൾ പറഞ്ഞുതരും. അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന നോട്ട്. അത് പതിഞ്ഞോരീണം കേൾക്കുന്നു കേട്ടോ. അതൊക്കെയാണ് പ്രശ്നം. ബാക്കി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ല കുട്ടിയായിട്ട് വാ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീദേവ് എന്തോ? എന്താ എന്താ? എന്താ എന്താ? ശ്രീദേവിന് എന്ത് വേണം? എനിക്കോ? ഒരു പാട്ട് പാടി തന്നാലോ? അതായാലും മതി. പക്ഷെ ഞാൻ വെറുതെ എന്താന്ന് ചോദിച്ചതാ, ഒരു രസത്തിന്. അത് എനിക്ക് തന്നെ ഒരു പാരയായിട്ട് വരുന്ന ഞാൻ വിചാരിച്ചില്ല. ഓക്കെ ശ്രീദേവ്, പാട്ട് ഞാൻ പാടിത്തരാം പിന്നെ. പക്ഷെ മിടുക്കനായിട്ട് പാടി. തോന്നുന്നു എല്ലാം പാട്ടിനെ കുറിച്ചിട്ടുള്ള നല്ല ഭാഗങ്ങളും അതിന് ശരിയാക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല എന്ത് സ്മാർട്ട് ആൻഡ് ഹാൻഡ്സം ആൻഡ് എന്താണ് മുണ്ടും ഷർട്ടും ഹെയർ സ്റ്റൈലോ. മൈ ഗോഡ്, എന്താ ഭംഗി. സോപ്പിടുമ്പോ വീഴാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അടിപൊളിയായിരുന്നു. വീണോ? പിന്നെ ഇതന്നെ നമ്മുടെ ചേട്ടനും പറയാം. ഓ, നിന്നെ കാണാൻ എന്ത് രസമാണ്. ആ ചേട്ടൻ ഇടയ്ക്ക് നോണ പറയാറുണ്ട്. അതാ ഇടയ്ക്കല്ല, എപ്പോഴും പിന്നെ ചേട്ടന്റെ പാട്ടുണ്ട്, സൂക്ഷിക്കാൻ നല്ലതാ. ആര് സൂക്ഷിച്ചാൽ? എന്തായാലും കിഡിൽ പെർഫോമൻസ്. ഓക്കെ, ചേച്ചിയുടെ പാട്ട് കൊച്ചു കള്ളി എല്ലാം ഓർമ്മയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം. ഏതെങ്കിലും പാട്ട് പാടും. ഞാനിപ്പോ പാട്ട് പാടി തൊണ്ടയൊക്കെ ഇതൊക്കെ പോയിരിക്കുക. നീ 2.5 മണിക്കൂർ ഗാനമേള പാടുമ്പോ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ആ ഫ്ലോയിലങ്ങ് പോകും. എന്നിട്ട് വീട്ടിൽ പോയി കിടക്കും. ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൂട്ടൻ തെങ്ങട്ടു സാവിത്രി കൊണ്ടുപോയി. എനിക്കറിയാം. അങ്ങനെയല്ല ചോദ്യം. അപ്പൂട്ടൻ ചക്കേട്ടു സാവിത്രി തിന്നു, അങ്ങനെയാണ് ശരിക്കും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ. ബാക്കി എത്ര? ഓ, ഒരാള് ഭയങ്കര കണക്ക്, ഒരാള് മറ്റേ കണക്ക്. ഞാൻ പറയാം 7. ഗുഡ് ബോയ്. നെക്സ്റ്റ്. അത് മനസ്സിലാവാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക ക്യാമറ നോക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 3 തിന്നു എന്ന് പറഞ്ഞത്. അവിടുന്നാണ് ഞാൻ പിടിച്ചത്. അപ്പു തേങ്ങയിട്ടു സാവിത്രി കൊണ്ടുപോയി. 10 - 3. എംജിങ്ങളയിലെ മലയാള ഭാഷയുടെ പിതാവാരാണ്? എഴുത്തച്ഛൻ. അല്ലേ? അതെ, ഞങ്ങള് പഠിച്ചിട്ടുള്ള വേറെയാ. അയ്യോ, നീ എന്താ പഠിച്ചതെന്ന് പറഞ്ഞേ? കുഞ്ചൻ നമ്പ്യാരും. അല്ല, എഴുത്തച്ഛനാ. അതെ, ദീപങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഉറപ്പാണോ? ഉറപ്പാന്നേ. ഞാൻ മുമ്പേ ഒരിക്കൽ കൂടെ നിന്നിട്ട് പണി കിട്ടിയോ? ഇല്ല 500 രൂപ പോയതല്ലേ. 500 രൂപ പോയത്, അത് ഞാൻ മറന്നിട്ടില്ല. ഇല്ല ഉറപ്പാണ്. ഇടയ്ക്ക്
എഴുത്തച്ഛനാണ് ഉറപ്പാ. ഉറപ്പ്. ഈ 2 മാസത്തിന് ശേഷം ഒരു ഇച്ചിരി ബുദ്ധി ആ ആ ക്ലാസ് മീനുട്ടിക്ക് വന്നു തുടങ്ങിയില്ല, ഞാൻ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ അല്ല, കഴിഞ്ഞോ എല്ലാവരുടെയും? അതെന്താ ഒരുമാതിരി ആക്കി ചോദിക്കുന്ന പോലെ കഴിഞ്ഞു എല്ലാവരുടെയും പ്രസംഗം. അല്ല എല്ലാവരുടെയും ക്വസ്റ്റ്യൻ കഴിഞ്ഞോന്ന് ഞാൻ ചോദിച്ചു, എല്ലാരും മിണ്ടാണ്ടിരുന്നപ്പോ. അപ്പൊ ശരി, മക്കൾക്ക് ഞാൻ തരുന്ന മാർക്ക് 8.5 out of 10. താങ്ക് യു സർ. 8.5. താങ്ക് യു സർ. ശ്രീദേവ് കുട്ടന് മധുവെങ്കിൽ തരുന്നു കുറച്ചിട്ടുണ്ട് 8.25. താങ്ക് യു സർ. എത്ര? 25.25. എത്ര? 25.25. എത്ര? 25.25. ഇതെന്ത് പറ്റിയത്? 25.25. 25.25 കിട്ടിയ ശ്രീദേവിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു A-triple-wow. താങ്ക് യു സർ. അപ്പൊ ഇനി ആ മുടി ഒന്ന് അഴിക്കാം. ആ നീളമുണ്ട്, കൊള്ളാലോ, അങ്ങനെ വെച്ചോ. ആഹാ. സ്റ്റൈലായിട്ടുണ്ട്. നീളമുണ്ട്. ആടിയൊരു മുടിയൻ പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded A-triple-wow. Wow. 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 താങ്ക് യു സർ. കുറച്ച് ദിവസമായി കേട്ടിട്ടല്ലേ? അതെ. എന്നാ ചേട്ടാ കണ്ണി കുത്തിക്കൊള്ളണ്ട. ഇനിയിപ്പോ അത് വെക്കണ്ട. ഇനി വെക്കണ്ടേ അത്? ചേട്ടാ നീ പൊക്കോ. തൊഴുതു മടങ്ങും സന്ധ്യയുമേതോ വീഥിയിൽ മറയുന്നു. ഈറൻമുടിയിൽ നിന്നിട്ടിറ്റു വീഴും നീർമണി തീർത്ഥമായി കറുക. രമ്യ എങ്ങനെയാണ് ഈ സിനിമയിൽ പാട്ട് പാടി തുടങ്ങിയത്? അഭിനയിക്കാനല്ലേ വന്നത്? അതെ അല്ല, അത് പാടാനല്ലേ വന്നത്? ആക്ച്വലി അതെന്താ സംഭവം എന്ന് പാടാനാണ് വെച്ചാൽ വന്നത്. പാടാനല്ല, അങ്ങനെയല്ല, പാടാനായിരുന്നു ആഗ്രഹം. ഓ, പക്ഷെ പാടാൻ ആരും വിളിച്ചില്ല. ഉം. പിന്നെ ഒരു ഡോക്ടർ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും എൻ്റെ വോക്കൽ കോഡ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരിക്കലും പാടാൻ പറ്റില്ല, പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ട ഭയങ്കര പ്രശ്നമാവുന്നതാണ്. അപ്പോൾ അതോടുകൂടി അന്ന് വരെ ഞാൻ എന്നും രാവിലെ എനിക്ക് സാധകം ചെയ്യുക, ഇങ്ങനെ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതോടുകൂടി എല്ലാം നിർത്തി. ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട, ഞാൻ സംഗീതം ഇവിടെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു. പാടങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തള്ളി തരുമോ? ഫുൾ ലോഡാണ്. അതുകൊണ്ട് പിന്നെ പതുക്കെ എന്താ പറയാ, കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ചാനലിൽ. അതിലൂടെയാണ് ഒരു മീഡിയ ഒരു എക്സ്പോഷർ എല്ലാം കിട്ടിയത്. പിന്നെ സിനിമയിൽ അഭിനയിച്ചു ഇതേപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മുടെ സിന്ധു, എല്ലാവർക്കും അവർക്ക് ചേച്ചിയൊക്കെ അറിയാം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന്, അവരൊക്കെ ഉള്ള ഷോ ആണ്. ആ ഷോയിൽ ഇതേപോലെ ഞാൻ പാടുന്ന കേട്ടിട്ട് ശരത് സാറാണ് എൻ്റെ ശബ്ദം ഓർത്തിട്ട് പാടാൻ വിട്ടത്. അതാണ് ആദ്യത്തെ പാട്ട്. യെസ്, ഓ ആദ്യത്തെ പാട്ടാണ് ആണ്ടേലോണ്ടെ. അത് ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാടാൻ എനിക്ക് ലൈഫിൽ ഞാൻ ഒരിക്കലും പാടില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു പ്ലേ ബാക്ക് സിംഗിങ് ഒന്നും ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് എൻ്റെ ലൈഫിൽ ശരിക്കും പാടി. MG സാറൊക്കെ ഉള്ള ഷോയിലാണ് ഞാൻ പാടിയത്. അത് ശരി. ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിൽ പോയിരുന്നു. യെസ്, ഞങ്ങൾ അമേരിക്കയിലും പോയി സാറിൻ്റെ കൂടെ കുറേ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബോണസാണ് എനിക്ക് പാട്ട്. ഞാന് ആക്ച്വലി പിന്നെ വളരെ ദീപു ചേട്ടന്റെ പാട്ട് എനിക്ക് പാടാൻ പറ്റി. അതെ, അന്നാണ് ഞാൻ ശരിക്കും രമ്യ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തപ്പോഴാണ് ചില സിംഗേഴ്സ് ഉണ്ടല്ലോ, നല്ല സിംഗേഴ്സ് ആയിരിക്കും, പക്ഷെ ശബ്ദം കുറെ ശരിയാക്കി എടുക്കേണ്ടി വരും. ആൻഡ് വൈസ് വേഴ്സ. നല്ല ശബ്ദമായിരിക്കും, ചിലപ്പോൾ പാട്ട് ശരിയാക്കി എടുക്കേണ്ടി വരും. പക്ഷെ രമ്യയുടെ കാര്യത്തിൽ ഞാൻ കൊടുത്ത പാട്ട് കുറച്ച് ലോ പിച്ച് പാട്ടായിരുന്നു. അതൊരു മെയിൽ പാട്ടിൽ കുറച്ച് പോർഷൻസ് ഫീമെയിൽ വരെയാണ്. അപ്പം അത് ആക്ച്വലി ബൈസൈക്കിൾ തീവ്സ്. അതെ, അത് ദീപ ഒരു ദിവാലി സമയത്താണ് തമിഴ്നാട്ടിൽ അന്ന് ഫുൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോൾ ഫുൾ ഇങ്ങനെ അവിടെ സ്റ്റുഡിയോയിൽ നല്ല കഷ്ടപ്പെട്ടാണ് റെക്കോർഡ് ചെയ്തത്. നല്ല അക്കോസ്റ്റിക്സ് ഒക്കെ ചെയ്ത സ്റ്റുഡിയോ ആണ്. എന്നിട്ട് പോലും ഈ പടക്കം ഇങ്ങനെ മാലപ്പടക്കം മാതിരി എല്ലായിടത്തും പൊട്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല രമേശ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യൂല്ലേ? അങ്ങനെ പോയിട്ട് പിറ്റേന്ന് മറ്റേ വന്നു. ഇല്ല, അന്ന് തന്നെ പാടി, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷെ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം വളരെ സൗണ്ട് എഞ്ചിനീയർ ഫ്രണ്ട്ലി ശബ്ദം എന്ന് പറയില്ലേ, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര സ്കോപ്പുള്ള ഒരു ശബ്ദം. അപ്പൊ അങ്ങനെ പാടിയ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ലൈവ് ഷോസ് വരുമ്പോഴൊക്കെ രമ്യനെ വിളിച്ച് എന്റെ സ്റ്റേജിലും ഗസ്റ്റ് ആർട്ടിസ്റ്റ് എനിക്ക് 2 ചലനം പാടി ഞാൻ. പിന്നെ അപ്പ നമ്മുടെ അതൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് ലൈവ് ദുബായിലും. പാട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അന്ന് ഇവിടെ പാടുക 2 വരി. മേലെ വാനിലെ കിളികളായി ചേരാമാരിവിൽ ചെറുവിലായി
ഇനിയൊന്നായി ഒന്നായി കാണാം കനവേ ഹോ തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനിയൊന്നായി ഒന്നായി ഉയരാം നിനവേ മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയാം ഇരുളിലോ തിരയാവാം ഇന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാം ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ ഈ താഴ്വാരങ്ങളാകെ നിലവേ നിലവേ ഓ ചക്ക ഷേക്ക്. സൂപ്പർ വെരി നൈസ്. പടത്തിലെ ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞതാ ചക്ക ഷേക്ക് അവസാനം. ഇതായിരുന്നു രമ്യ എനിക്ക് ആദ്യം. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ആക്ച്വലി ചരണത്തിൽ ഐ തിങ്ക് ഒരു മൊത്തം നോക്കിയാൽ ഒരു 6 ലൈൻസേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആ പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് ഇപ്പോഴും ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി അയച്ചു തരുന്ന ഒരു പാട്ടാണ്. താങ്ക് യു. ഇപ്പൊ പാടിയിട്ട് നല്ല പെർഫെക്ഷൻ. അതെ അതെ, ഇതുപോലെ തന്നെയാണ് അന്ന് പാടിയത്. അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ആ പടകം ഒഴിച്ച്. അതെ, പാട്ടൊക്കെ നല്ലൊരു ഇങ്ങനത്തെ ഒരു പാട്ടിന്റെ ഇടയില് മേലെ വാനിലേക്ക് ഇടി ഇങ്ങനെ വരുമ്പോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ദീപു രമ്യക്ക് പാട്ട് കൊടുത്തു. ഈ പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പാടിയപ്പോ ഒരാൾ ഭയങ്കര എക്സ്പ്രഷൻ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. എക്സ്പ്രഷൻ ഇട്ട് മരിക്കായിരുന്നോ? ആ എക്സ്പ്രഷൻ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ, അതായത് ഷി വാസ് തിങ്കിങ് വെദർ യു വിൽ ഗിവ് എ ചാൻസ് ടു ഹർ. ഷീ എന്നെയാ ഇവിടെ ഷീ ഞാൻ മാത്രല്ലേ ഉള്ളൂ. എന്നെ എനിക്കറിയാം. അത് പാട്ട് ആസ്വദിക്കാനും പാടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പാട്ട്. പക്ഷെ നമ്മുടെ മീനുട്ടി ഇവിടെ നല്ലൊരു പാട്ടുകാരിയാണെന്ന് മുമ്പേ തെളിയിച്ചിട്ടുള്ളത് അല്ലേ? ഏത് പാട്ട് ഇവിടെ പാടിയത്? ഏതൊരു പാട്ട് പാടിയല്ലോ? ഞാനോ? ആ നനു ചേച്ചി വന്നപ്പോഴാണ്. ഏതായിരുന്നു? ചന്ദനം മറക്കാൻ വഴി തുമ്പിവായിരുന്നോ? അതില് രണ്ടിലേതോ പറഞ്ഞ. അതെ, തുമ്പിവാ തന്നെ. പാടിയാക്ക് എന്നെ ഓർമ്മയില്ലേ? അത് മറക്കാൻ ശ്രമിക്കണം ആ ദിവസം. വീണ്ടും പാടണോ? ഓ എന്റെ മതങ്ങളെ വേണ്ട. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാലിടാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. ഇതേ മീനുട്ടി ആക്ഷേപിക്കുന്നല്ലോ. മീനുട്ടി ഇനി മേല